നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കള്ളാടി ദുരന്തബാധിതരോട് സർക്കാരിൻ്റെ ക്രൂരത. ദുരന്ത ദിവസത്തിലിട്ട ഉടുതുണിയോടെ കഴിയേണ്ടി വരുന്നു. 5 പൈസ അവർക്ക് അടിയന്തര സഹായമായി നൽകിയിട്ടില്ല. ഇടതുഭരണകാലത്ത് ഇതേ വയനാട്ടിൽ ദുരന്തഭൂമിയിലെ മനുഷ്യർക്ക് നൽകിയത് സമ്പന്നമായ കരുതലായിരുന്നില്ലേ? ആ സ്ഥാനത്താണിപ്പോൾ അവർക്ക് കണ്ണീരോടെ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ കമ്പനിയെ പഴിചാരി കസറത്ത് കാട്ടുന്നു. ഒരു കുഞ്ഞു മനസ്സിൻ്റെ ആഗ്രഹം ബിരിയാണിയായി കുട്ടികൾക്ക് വിളമ്പിയ മുൻ സർക്കാരിൽ നിന്ന് ഉച്ചക്കഞ്ഞി പോലും പ്രതിസന്ധിയിലാക്കിയ സർക്കാരിലേക്കുള്ള ദൂരം മലയാളികളും മനസ്സിലാക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ടിൽ കരാർ ലംഘനത്തിന് അദാനി കമ്പനിക്ക് ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെ പിഴയിട്ടത് 15 കോടി രൂപയാണ്, അതും 8 തവണ. അതേ കരാർ ലംഘനം ഇപ്പോൾ തുടരുമ്പോൾ അദാനിക്ക് സതീശൻ വക പിന്തുണ. പ്രശ്നങ്ങൾ പരിഹരിച്ച് താളത്തിലാക്കിയ KSRTCയിൽ ഇതാ എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു. 8000 കുടുംബങ്ങൾ വഴിയാധാരം. നെഞ്ചുവേദനയുമായി വന്ന രോഗിയെ ക്യൂവിൽ നിർത്തി കൊല്ലുന്ന സർക്കാർ ആശുപത്രികൾ. തൂഫാൻ വാരിയേഴ്സായ കോൺഗ്രസുകാർ ഉത്തരേന്ത്യൻ മാതൃകയിൽ തൊഴിൽ തേടി വന്നവരെ മുട്ടയടിച്ച് മർദ്ദിക്കുന്നു. അടിമുടി പതറുന്ന താറുമാറാകുന്ന ഭരണപരാജയമോ പുതുയുഗ വിസ്മയം? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: K. അനിൽകുമാർ, CPIM നേതാവ്; രജിൻ S. ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; ഒപ്പം രതീഷ് ചക്രപാണി, രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ രജിൻ S. ഉണ്ണിത്താനിലേക്ക്. ശ്രീ രജിൻ, സർക്കാരിൻ്റെ സംവിധാനങ്ങളാകെ പരാജയമാവുകയാണ്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി പോലുമില്ല. ബിരിയാണി കൊടുത്തിരുന്ന സ്കൂളാണ്, പക്ഷേ ഉച്ചക്കഞ്ഞി പോലുമില്ല. സർക്കാർ ആശുപത്രികളിൽ താളം തെറ്റുന്നു. നിങ്ങളെ പിന്തുണച്ചവർക്ക് തന്നെ വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യം. പിന്നീട് കള്ളാടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലം ഏറ്റവും മൂർത്തമായി ഇപ്പോൾ നിൽക്കുകയാണ്. അവർ പറയുന്നത് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു, ആവർത്തിക്കുകയാണ്. അവർ ആ ദുരന്ത ദിവസം ചെളി പുരണ്ട നൈറ്റിയോടുകൂടിയാണ് ഇപ്പോഴും അവിടുത്തെ സ്ത്രീകൾക്ക് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. ഉടുതുണി പോലുമില്ല, ഉടുതുണിക്ക് മറുതുണി പോലുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇതെല്ലാം ഈ മുൻ സർക്കാരിൻ്റെ തലയിൽ വെക്കാനാണോ ഇപ്പോഴും പദ്ധതി? കാരണം ഏത് വിഷയം വരുമ്പോഴും നിങ്ങൾ പറയുന്നത് മുൻ സർക്കാർ എന്നാണ്. ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ, അതുകൊണ്ടാണ് അത് ചോദിച്ചത്. അല്ല അജിംഷാദെ, മുൻ സർക്കാർ ഉണ്ടായിരുന്നല്ലോ. ഒരു മുൻ സർക്കാർ 10 വർഷമായിട്ട് കേരളം ഭരിച്ചിരുന്നുകൊണ്ടാണല്ലോ മുൻ സർക്കാർ എന്ന് പറയുന്നത്. എന്തായാലും മുൻ സർക്കാർ എന്നല്ല, ഇവിടെ ഭരണപരാജയം എന്ന് പറയുന്നത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിച്ച ഏത് മേഖലയിലാണ് ഭരണപരാജയം ഉണ്ടായിട്ടുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? കള്ളാടി പ്രദേശം പോലെയുള്ള പ്രദേശത്ത് ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്ന സർക്കാർ സംവിധാനമല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? എവിടെയാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എംപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അല്ല, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ പറയുന്നത്? എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്ന് ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, അത് ഇത്ര കാലാവധി ആവുന്നുള്ളൂ. ആ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ജനപക്ഷപരമായുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും കടന്ന് ചെന്നുകൊണ്ട് എല്ലാ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഞാൻ മുൻ സർക്കാർ എന്ന് പറയുന്നെങ്കിൽ പോലും മുൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും അത് ജനപക്ഷത്ത് നിൽക്കാത്ത തീരുമാനങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പലയിടത്തും അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭരണപക്ഷ പരാജയം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ബന്ധപ്പെട്ട് ഞാനൊരു അടിസ്ഥാനം ഒന്ന് സൂചനയായി കാണിച്ചു തരാം. രജിൻ S. ഉണ്ണിത്താൻ, ആ ദുരന്ത ബാധിതർ ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്ന ഒന്ന് കേൾക്കും. അതായത്
അവിടെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ ക്യാമ്പിനകത്തെ സാഹചര്യങ്ങൾ പോലും അവർ പറഞ്ഞു. ക്യാമ്പിനുള്ളിലുള്ള ദുരന്തബാധിതരായി അവിടെ കിടക്കുന്നവർ പറയുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ല. ഇന്നലെ ഇട്ട അല്ലെങ്കിൽ അന്ന് ദുരന്ത ദിവസം ഇട്ട വസ്ത്രത്തിലാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് കഴിയുന്നത്. ടൂത്ത് ബ്രഷ് ഇല്ല, പേസ്റ്റ് ഇല്ല, കുളിക്കാനുള്ള സംവിധാനമില്ല. ആകെ ഒന്നാമത് മാനസികമായി ഉടഞ്ഞു നിൽക്കുന്നവർ, അവർക്ക് ശാരീരികമായി ഒന്ന് ഫ്രഷാകാൻ പോലുമുള്ള സാഹചര്യമില്ല. അടിയന്തരമായ ധനസഹായം നൽകിയിട്ട് ഇത് ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ ചിലർ തട്ടിക്കയറുന്നത്. അവിടെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ കയറാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കും. ഇതെങ്ങനെ ഉണ്ടായി രജന സുണ്ണിത്താൻ? കള്ളാടി പോലൊരു പ്രദേശത്ത് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആ പ്രദേശവുമായി ബന്ധപ്പെട്ട മന്ത്രി 24 മണിക്കൂറും അവിടവുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തെ ആളുകളെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ക്യാമ്പിലേക്ക് ആക്കിയിരിക്കാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പോർഷൻ എടുത്ത് വെച്ചിട്ട് അവിടെ ആരും എന്തെങ്കിലും പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട്, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു വാദത്തിന് വേണ്ടി അങ്ങ് പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും ആ ദുരിതബാധിതവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചാൽ ആ നിമിഷം തന്നെ ആ സെക്കൻഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റു ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിന്ന ആള്, അതായത് ടി സിദ്ദിഖിനെ പോലെയുള്ള മന്ത്രി അവിടെ നിൽക്കുകയാണ് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവും ദുരന്തബാധിതരായ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി എന്തായാലും ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് പിടിച്ചതിന് മുന്നോട്ട് പോകും. എൻ്റെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനിക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അവിടെ ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ എംപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്നത് കേട്ടു. എംപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു പോകണമല്ലോ, കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ശമ്പളമാണ് ആദ്യം കൊടുക്കുന്നത്, ബാക്കി 15 ദിവസം ശമ്പളം അവസാന ഘട്ടത്തിലാണ് കൊടുക്കുന്നത്. അല്ലല്ല, നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു നടന്നത്. പക്ഷേ KSRTC അല്ലല്ല, KSRTC ശമ്പളം 1-ാം തീയതി അല്ല അജിംഷാദെ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ മാസം അവസാനിക്കുന്ന വർക്കിംഗ് ഡേയിൽ തന്നെ കൊടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആ സർക്കാരും പെൻഷനും കഴിഞ്ഞ മാസം ഈ പറയുന്ന ജീവനക്കാരിലേക്ക് എത്തിച്ചതാണ്. എംപാനൽ ജീവനക്കാർ എന്ന് പറയുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് 15 ദിവസം ശമ്പളമാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ ബാക്കി 15 ദിവസം ശമ്പളം അവസാനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം 7 ദിവസം ശമ്പളമാണ് അപ്പോൾ ആദ്യം കൊടുത്തത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടക്കിയ ഗവൺമെന്റ് അല്ലേ മുമ്പിരുന്നത്? അന്ന് പറഞ്ഞ ന്യായം എന്തായിരുന്നു? അന്ന് പറഞ്ഞ ന്യായം എന്താണ്? ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന്. ഇപ്പോൾ ഇപ്പോഴത്തെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളും ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിലനിന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പരിഹരിക്കും. അല്ലാതെ സർക്കാരിനെ KSRTC സംബന്ധിച്ച് പൈസ ഇല്ലാത്തത് കൊണ്ടോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ല. എങ്ങനെയായിരുന്നു അവർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ശമ്പളം കിട്ടും. ഇവർക്ക് ഇപ്പോൾ ഇന്ന് 7 ദിവസം ശമ്പളമാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത ശമ്പളം കിട്ടും. അത് അങ്ങനെയായിരുന്നു അവരുടെ സിസ്റ്റം. ആ സിസ്റ്റം അങ്ങനെയാണ്. 15 ദിവസം ആദ്യം കിട്ടുകയാണെങ്കിൽ ബാക്കി 15 ദിവസം ശമ്പളം അവസാന ഘട്ടമാണ് കിട്ടുന്നത്. അതാണ് സിസ്റ്റം. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത്? ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ആരോപണം പറയുന്നുണ്ടല്ലോ. ഒരു രംഗത്തും ഒരു ആരോപണങ്ങളും പറയാനില്ല. രോഗിയെ ക്യൂ നിർത്തിയിരിക്കുന്നു. അതടക്കം എത്ര പ്രശ്നങ്ങളാണ് നിങ്ങൾ ഭരണമേറ്റ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്? പകർച്ചപ്പനി പടരുകയാണ്. അതിന് നിങ്ങളുടെ മന്ത്രി പറഞ്ഞ എന്താണെന്നറിയാമോ? അത് ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ലെന്ന്. മഴക്കാലപൂർവ്വ ശുചീകരണം ചെയ്യാതിരുന്നിട്ട് അങ്ങനെ അല്ലല്ലോ. മഴക്കാല ശുചീകരണം ചെയ്യേണ്ടത് ഏത് മാസമായിരുന്നു? ഫെബ്രുവരി മാസമല്ലായിരുന്നു? അന്ന് ഏത് ഗവൺമെന്റ് ആയിരുന്നു അധികാരത്തിൽ ഇരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് മഴ പെയ്യുന്നത്.
അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് എന്തെങ്കിലും മുൻകൈ നിങ്ങൾ മഴ പെയ്യുമ്പോഴാണോ മഴക്കാലവുമായി മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഭരണമുള്ള സമയത്ത് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോൺഗ്രസ്സാണ് കൂടുതലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്, അവിടെ ഉണ്ടായില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഇത് നോക്കണ്ടേ? അല്ല, ഭരണത്തിലെത്തിയതിനു ശേഷം നോക്കണ്ടേ? താങ്കൾ പറഞ്ഞ വിചിത്രമായ ഒരു വാദമാണ്. വിചിത്രമായ വാദമാണ്. ശരി, അല്ല, മഴ പെയ്യുമ്പോഴാണോ മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ടത്? മാസങ്ങളിലൊക്കെ ചെയ്തു പോകുന്നതല്ലേ, എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതെ, ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അത് ചെയ്യേണ്ട കാലതാമസം ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് മുൻ സർക്കാരാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അതുമായി മുന്നോട്ട് പോയി. അതിനകത്ത് സമയമായി ബന്ധപ്പെട്ട മുൻ സർക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടെ മറുപടി പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ കെ അനിൽകുമാർ, അതായത് ഇതെന്ത് സർക്കാരാണ് എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അതിനവർക്ക് കാരണമായ ആരോഗ്യരംഗമുണ്ട്, അതിനവർക്ക് കാരണമായി ഇതാ KSRTC ഉണ്ട്, അതിനവർക്ക് കാരണമായി ഇതാ കള്ളാടി ദുരന്ത മേഖലയുണ്ട്, അതിനവർക്ക് കാരണമായി വിഴിഞ്ഞം പോർട്ടും അദാനി പക്ഷപാതിത്വം നടത്തുന്നതുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ അതിജീവിക്കാനായി കോൺഗ്രസ് നിരത്തുന്നത് ഏതർത്ഥത്തിലാണ് കാണേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ വസ്തുതയെ വെളിവാക്കേണ്ടത്? ഒന്നാമതായി, കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഫലപ്രദമായി കേരളത്തെ മുന്നോട്ട് നയിച്ചു എന്ന സമ്മതപത്രമാണ് ധവളപത്രം എന്ന നിലയ്ക്ക് പുറത്തു വന്നത്. അതുകൊണ്ട് ആ ധവളപത്രത്തിനകത്ത് ഭാവിയിലേക്ക് സ്വകാര്യവൽക്കരണത്തിൻ്റെ ജനവിരുദ്ധ ഉള്ളടക്കങ്ങളുടെ ധാരകങ്ങളുണ്ടെങ്കിലും അതിലെ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് VD സതീശനും സംഘവുമാണ്. ധവളപത്രത്തിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം എന്നാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ധവളപത്രത്തിൽ വന്നപ്പോൾ കടം 5,06,000 കോടി രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ 1 ലക്ഷം കോടി രൂപ കടം കുറഞ്ഞു. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ CAG റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കടം 4,82,000 കോടിയേ ഉള്ളൂ. ധവളപത്രം പോലും വസ്തുതാപരമല്ല. പക്ഷേ 1 ലക്ഷം കോടി രൂപയുടെ നുണയാണ് ധവളപത്രം ഇല്ലാതെയാക്കിയത്. ഇത് തിരിച്ചറിയണം. രണ്ടാമത്തത്, 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ LDF വളർത്തുകയാണോ കേരളത്തെ ചെയ്തത്, തകർക്കുകയാണോ ചെയ്തത്? ഇതാണ് ചോദ്യം. 2 പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ലാസ്റ്റ് ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ 76,082 കോടി രൂപയാണ്. VD സതീശൻ പറയുന്നു ബാലഗോപാൽ അവതരിപ്പിച്ച 2,39,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അധികരിച്ച ബഡ്ജറ്റാണ്. കേന്ദ്രം അത്തരം തരത്തിൽ ഒരു 20,000 കോടി രൂപയെ തരത്തുള്ളൂ. അപ്പോൾ VD സതീശൻ തൻ്റെ ബഡ്ജറ്റ് 2,20,000 കോടിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 76,000 കോടിയിൽ നിന്ന് 2,20,000 കോടി രൂപയിലേക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റ് വളർന്നതെങ്ങനെ? ഇടതുപക്ഷം കേരളത്തെ തകർത്തിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റ് വളർന്നതെങ്ങനെ? ഇത്രയും വലിയ ബഡ്ജറ്റ് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിക്ക് അവതരിപ്പിക്കാനായിട്ടില്ല. ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളൊരു ബഡ്ജറ്റ് VD സതീശന് 10 കൊല്ലം കൊണ്ട് അവതരിപ്പിക്കാനായി എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തെ കാര്യം എന്താണ്? UDF അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന കേന്ദ്ര ധനസഹായം എത്ര? ഇപ്പോഴത്തെ ധനസഹായ ശതമാനം എത്ര? LDF അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം ശതമാനം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു 2.5% മാറിയിട്ടുണ്ട് ആകെ ഇന്ത്യ രാജ്യത്തിൻ്റെ വീതം വെക്കുന്നതിൻ്റെ. പക്ഷേ എന്നിട്ടും എന്താണ് അവസ്ഥ? അവിടെയാണ് VD സതീശൻ 56,000 കോടി രൂപയുടെ കടമെടുക്കുന്നു. നമ്മൾ 10 കൊല്ലം ചെന്നിത്തലയും സതീശനും എന്താ പറയുന്നത് കേട്ടത്? കേരളം കടം കൊണ്ട് മുടിയുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഖജനാവിൽ, പൂച്ചപ്പറ്റി കിടക്കുന്ന ഖജനാവിൽ ഞങ്ങൾ വണ്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ പണം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ നമ്മൾ ഈ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടിനെക്കുറിച്ച് ഓർത്തു. പക്ഷേ വണ്ട് തേൻ കുടിച്ച് ഖജനാവിനെ അല്ല നിറച്ചത്, ബക്കാടിയുടെ മദ്യം കുടിച്ച് തടിച്ച് വീർക്കുകയാണ് VD സതീശൻ ചെയ്തത്. മധു നുകർന്നു എന്നുള്ളത് ശരിയാണ്.
പക്ഷെ ബെക്കാഡിയുടെ മധുവായിപ്പോയി. അതുകൊണ്ട് തടിച്ച് വീർത്തത് ആര്? വണ്ടല്ല, വി.ഡി. സതീശനാണ്, കേരള ഖജനാവല്ല. ആലോചിച്ച് നോക്കിയേ, 600 കോടി രൂപയുടെ നികുതി കുറവ് വരുത്താനാണ് ഫൈനാൻസ് ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 56,000 കോടി രൂപയുടെ കേരളത്തിൻ്റെ ഈ വർഷത്തെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ബാലഗോപാൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെക്കാൾ 1000 കോടി കൂടുതലാണ്. LDF സർക്കാരിനേക്കാൾ കൂടുതൽ കടമെടുക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലെ UDFൻ്റെ സർക്കാരെന്ന് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയേണ്ടത്? നിങ്ങൾ 10 കൊല്ലത്തെ LDF സർക്കാരിനെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളൊക്കെ പൊളിഞ്ഞു. മിനിയാന്ന് സതീശൻ പോയെന്ന് കണ്ടല്ലോ, ഹെലികോപ്റ്ററിൽ ഇരുന്ന് പോകുന്ന കണ്ടല്ലോ. ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറുകയില്ല, ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ദൂർത്താണ്. ക്ലിഫ് ഹൗസിൻ്റെ മേലെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ആദ്യം 2 മന്ത്രിമാർ പോയി. നമ്മൾ പരീക്ഷണത്തിന് എലികളിൽ പരീക്ഷണം നടത്തുക എന്ന് കേട്ടിട്ടുണ്ട്. പരീക്ഷണമൊക്കെ എലികളിൽ നടത്തും. അതുപോലെ 2 മന്ത്രിമാരെ ഹെലികോപ്റ്റർ കയറ്റി വിട്ടു. അപ്പോൾ ചാനലുകളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ആ 2 മന്ത്രിമാരെ അങ്ങ് ട്രോളി. തൊട്ട് പിന്നാലെ സതീശനും പിന്നെ നൗഷാദ് അലിയും കൂടെ കയറി. ആ നൗഷാദ് അലി ആ ഹെലികോപ്റ്ററിനെ കുറിച്ചും പിണറായിയെക്കുറിച്ചും പറഞ്ഞത് മാധ്യമങ്ങളിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇനി എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാതിരുന്നത്? പിണറായി വിജയൻ്റെ രാജകീയ വസതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാൻ 40 ദിവസത്തിലേറെ എടുത്തു? കാരണം എന്തായിരുന്നു? മരപ്പെട്ടി മുള്ളുന്നുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഏതെങ്കിലും ഒരു ഓടൊന്ന് നന്നാക്കാൻ പിണറായി വിജയൻ മുതിർത്തിരുന്നെങ്കിൽ ധൂർത്ത്, അഴിമതി, തട്ടിപ്പ് 1,92,00,000 രൂപയാണ് ഈ ഖജനാവിൽ നിന്നും, പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്നും ക്ലിഫ് ഹൗസ് നന്നാക്കാൻ ചെലവഴിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അജിംഷാദ് പറയാത്തൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾ 10 കൊല്ലത്തിനിടയ്ക്ക് കേൾക്കാത്തൊരു പുതിയ വാക്ക് കേൾക്കുന്നു. എന്താണത്? ലോഡ് ഷെഡിങ്. അപ്പം മന്ത്രി പറയുകയാണ്, എൻ്റെ അളിയനായിരുന്നെങ്കിൽ ഇത്രയും ലോഡ് ഷെഡിങ് വരത്തില്ലായിരുന്നു. ഞാൻ ഈ ലോഡ് ഷെഡിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് KPC പ്രസിഡന്റ് അളിയനെ അവിടെ വെച്ചത്. നിങ്ങളെല്ലാം കൂടി അളിയനെ പറഞ്ഞു വിട്ടോടുകൂടി ഡിസംബർ വരെ ഇരുട്ടത്തിരിക്കും. അപ്പം അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശീലമായിക്കോളൂ. നിങ്ങൾ ചോദിക്കത്തില്ലേ ഞങ്ങളോട്? ഇങ്ങനൊരു ഗവൺമെൻറ് ഉണ്ടോ? എന്താ കേരളത്തിലെ അവസ്ഥ? പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് തിരിച്ചു വന്നതിന് എന്തുത്തരം പറയാനുണ്ട് ഈ കേരളത്തിലെ സർക്കാരിന്? ഈ 10 കൊല്ലത്തിനിടയ്ക്ക് മഹാമാരി വന്നിട്ടില്ലേ? വരൾച്ച വന്നിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം? ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിപ്പ വന്നു. എന്തായിരുന്നു നിപ്പ വന്നപ്പോൾ മുമ്പ് UDF നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്? നിയമസഭ ചോദിച്ചില്ലേ? ഏതാണ്ട് പറയുന്ന ഒരാൾ, ഞാൻ ആ പേര് പറയണില്ല, ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയായും ഞങ്ങൾ അഭിപ്രായമില്ല. പക്ഷേ രോഗം വന്നാൽ അതും പിണറായിയുടെ കുറ്റം. എരണക്കേട്. വയനാട് ദുരന്തം വന്നപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് വയനാട് ദുരന്തം. എരണം കെട്ടവൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് വയനാട് ദുരന്തം. എന്നിട്ട് മാൻഡ്രേക്ക് ഈ പിണറായി വിജയൻ മാറിയാലേ ദുരന്തം മാറും. ഇപ്പം പിണറായി വിജയൻ മാറിയപ്പോഴോ ദുരന്തം വന്നത് എങ്ങനെയാണ്? ഇരട്ട ദുരന്തം ഉണ്ടാക്കിയത്. ഒന്ന്, ഈ മന്ത്രിസഭയാണ് ദുരന്തം. പത്രസമ്മേളനത്തിൽ നിന്ന് വി.ഡി. സതീശൻ എങ്ങനെ എണീറ്റ് പോയത്? മണ്ണ് മാറ്റണം എന്ന തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല? അത് പറഞ്ഞാൽ കേൾക്കണ്ടേ? സതീശൻ്റെ കമൻറ്റാണേ, അത് പറഞ്ഞാൽ കേൾക്കണ്ടേന്ന്. ആര് കേൾക്കണം? അവിടുത്തെ മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവില്ല, ഇത്രയും പേര് മരിക്കില്ല. കാരണം അകലെ നിന്ന് വെള്ളം വരുമ്പോൾ കാണാം, ആ വെള്ളം വന്ന് ഈ ഇളകിയ മണ്ണിലേക്ക് വന്നപ്പോഴാണ് അപകടം. അപ്പോൾ അത്രയും അപകടം ഉണ്ടാകാൻ ഇടയുണ്ട്. അത് പരസ്പര വിരുദ്ധമായി മന്ത്രി സെക്രട്ടറി പറയുന്നു. മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു, കേട്ടില്ല ഒരു PWD മന്ത്രി. മറ്റേ മന്ത്രിയോ മറ്റേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ ഇപ്പം തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആളെ മാറ്റി പാർപ്പിച്ചാൽ മതി, ഒരാളെയും അവിടെ താമസിപ്പിക്കരുത് മീനാക്ഷി പുഴയുടെ തീരത്ത്. PWD സെക്രട്ടറി അതിലെയാണ് പറഞ്ഞത്. ഇവർക്ക് ഏകോപനമുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും നിങ്ങൾ സർക്കാർ ആശുപത്രിക്ക് ഇല്ല മരുന്നുണ്ടോ? ഞാൻ ഇന്ന് സംസാരിച്ചു, സർക്കാർ ആശുപത്രിക്ക് ഇല്ല മരുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഒരു മന്ത്രി, അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഗതാഗതത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു ചിരി വന്നിട്ടുണ്ടല്ലോ, ഒരു ചിരി, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ചിരി. ആ ചിരിയിൽ എന്താ പറയണത്? വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ. ഒരു കുഴപ്പമില്ല, എന്ത് മോഡിഫിക്കേഷനും ആകാം. അവസാനം എന്താ, ഈ പിള്ളേരെ പറ്റിച്ചില്ലേ? കുട്ടികളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഗവൺമെൻറ്റല്ലേ ഇത്? ഗതാഗത മന്ത്രി എന്താ പറഞ്ഞത്? പ്രിയദർശിനി ബസ് അത് മലപ്പുറം ജില്ലയിൽ ഒന്നുപോലുമില്ല, അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. പിന്നെ
നമ്മുടെ പേരാമ്പ്ര വടകർ റൂട്ടിൽ പ്രിയദർശിനി ബസ്സില്ല, അവിടെയും പ്രശ്നമില്ല. മന്ത്രിയുടെ പ്രസ്താവനയാണ്. അപ്പോൾ പ്രിയദർശിനി പ്രശ്നമാണെന്ന് ഗതാഗത മന്ത്രിയാണ് പറയുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ സ്ഥിതി എന്താണ്? അവിടുത്തെ ജോലിക്കാരുടെ സ്ഥിതി എന്താ? ഒരു പദ്ധതി ശ്രീ അനിൽകുമാർ, താങ്കൾ ആ കള്ളാടി ദുരന്തം സംബന്ധിച്ച് പറഞ്ഞു. ഈ കള്ളാടി ദുരന്തം സംബന്ധിച്ച് പറഞ്ഞു. അവിടെ നേരത്തെ ഈ എരണം കെട്ടവർ എന്നിവർ പറഞ്ഞിരുന്ന കാലത്ത് ഉണ്ടായ ദുരന്ത സമയത്ത് ദുരന്തബാധിതരെ ഏതർത്ഥത്തിലാണ് പ്രൊട്ടക്ട് ചെയ്തത്? അവർക്ക് ഫുഡ് കൂപ്പൺ വരെ നൽകിയിരുന്നു, വാടക നൽകിയിരുന്നു, അവരുടെ ക്യാമ്പുകളൊക്കെ ഏതാണ്ട് നല്ല അവസ്ഥയിലായിരുന്നു. മാത്രമല്ല അവർക്ക് 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ടൗൺഷിപ്പ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ദുരന്തബാധിതരോട് ഇപ്പോൾ, അതും താരതമ്യേന പിണറായി സർക്കാർ നേരിട്ടതുപോലെയല്ല, ചെറിയ ദുരന്തമാണ് താരതമ്യേന, എന്നിട്ട് പോലും ആ ദുരന്തബാധിതരോട് കാട്ടിയ അവരുടെ വാക്കുകൾ, നേരത്തെ റജിൻ ചോദിച്ചല്ലോ, എന്താണ് അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ, നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, ആ ക്യാമ്പിലുള്ള അന്തേവാസികൾ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ഞാൻ തിരിച്ചെത്താം ആ വാക്കുകളിലേക്ക്. ഒരു പൈസ കൊടുത്തിട്ടില്ല. നമുക്ക് 2-3 ദിവസം ലീവ് ആക്കിക്കിന്. ഇതിന് പൈസേൻ്റെ കാര്യം ഒന്നും സർക്കാർ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജോലിയില്ല, 3 ദിവസം ജോലിയില്ലാണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമായി. അതൊക്കെ കിട്ടിയിട്ടില്ല. കയ്യിൽ മറ്റെന്തെങ്കിലും പൈസ ഉണ്ടോ? പൈസ ഇല്ല. വെറുതെ വന്ന് പറയണം. 3 ദിവസമായിട്ട് വന്നിട്ട് ഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഡ്രസ്സിൽ തന്നെ ഉണ്ട്. ആ വീഴ്ന്നിട്ടുള്ള പെൺകൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടാൾക്കും അവർ ഫുള്ള ചളിയാ, ഡ്രസ്സ് മൊത്തം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഭക്ഷണം മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പോഴും ചളിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ? ഇപ്പോഴും ചളിയുള്ള ഡ്രസ്സ്. ആ പെണ്ണ് അതേ നൈറ്റിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്താ സ്ഥിതി? നമുക്ക് അങ്ങോട്ട് ഇവർ ഡ്രസ്സ് കാര്യം കൊടുത്തില്ലെന്നാൽ കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ പോയി എടുത്തിട്ട് വരാനും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമല്ലേ. അവിടെ റോഡ് ഒന്ന് ബ്ലാക്ക് ആയിക്കിന്. ആ ബ്ലാക്കും നമുക്ക് വണ്ടി പോകണം, എതൊക്കെ വേണ്ട. നമ്മൾ ഒരു ആൾ നടന്നു പോകാൻ സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. വന്നിട്ട് പെണ്ണുങ്ങളൊക്കെ 3 ദിവസമായി കുളിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ദുരന്തബാധിതർക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? എന്നിട്ട് അതെല്ലാം കൈരളി ന്യൂസ് ഉണ്ടാക്കിയതാണെന്നാണ് റജിന സുണ്ണിത്താനെ പോലെ കോൺഗ്രസ്സുകാർ പറയുന്നത്. അവർ 3-4 ദിവസമായി ഉടുതുണിക്ക് മറുതുണിയില്ല. ആ ചെളി പുരണ്ട ദിവസം മാക്സി ഇട്ടുകൊണ്ട് നിൽക്കുക ഇപ്പോഴും സ്ത്രീകൾ. എന്നാലോചിച്ച് നോക്കൂ, അവർക്ക് 10,000 രൂപ അടിയന്തരമായി നൽകുന്നു, 5,000 എങ്കിലും നൽകൂ, അതുപോലും ഇല്ല. നമ്മൾ പഴയൊരു കഥ ഓർത്തേ, അവിടെ പാചകം ചെയ്ത ഭക്ഷണമാണ് LDF സർക്കാർ കൊടുത്തിരുന്നത്. അപ്പോഴാണ് പൂത്ത ബ്രെഡുമായിട്ട് പാലക്കാട്ടെ പഴയ MLA വന്നത്. പൂത്ത ബ്രെഡ്, യൂത്ത് ലീഗ് പൂത്ത ബ്രെഡ് കൊടുത്തിട്ടില്ല. അവിടെ മാധ്യമങ്ങളിൽ പൂത്ത ബ്രെഡ് കൊടുത്തെന്ന് വാർത്ത. ഞങ്ങളൊരു കൃത്രിമത്തിനും പോയിട്ടില്ല. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, രാഷ്ട്രീയ നിലപാട് ഉള്ള മുന്നണിയാണോ ഇത്? എന്താ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ, നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലില്ല. RSSനെ ചെറുക്കാൻ ഞങ്ങളില്ല. സർവകലാശാലകളിൽ ഇഷ്ടം പോലെ VC-മാരെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സെനറ്റിൽ എത്രത്തോളം RSകാരെ തിരികെ കയറ്റിയാലും ഞങ്ങൾ മിണ്ടൂല. നമ്മുടെ പഴയ ദാസനും വിജയനോട് അമേരിക്കയ്ക്ക് പോകാനിരിക്കുമ്പോൾ നീ എത്ര വേണേൽ ചവിട്ടിക്കോ, ചവിട്ടിയത് മതിയോ എന്നാണ് ഗവർണറോട് ചോദിക്കുന്നത്. ഗാന്ധി പണ്ട് ചോദിച്ച പോലെ അങ്ങയുടെ കാല് വേദനിച്ചോ? 6 ഏക്കർ ഭരിക്കുകയാണ്, സമാന്തര ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി എന്തിനാ? മന്ത്രിയുടെ പണി എന്താ? അതിന് പറ്റിയൊരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ടുവച്ചു. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഒരാളെ അവിടെ കൊണ്ടുവച്ചു. അതിന് മന്ത്രി എന്തിനാ? PM ശ്രീയിലെ നിലപാട് എന്താ? PM ശ്രീയിലെ കള്ളമല്ലേ പറഞ്ഞത്? കേരളത്തെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിക്കുന്ന തരത്തിൽ ഒരു കരാർ നിലവിലില്ല. കരാറെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രപതിയും ഗവർണറും തമ്മിൽ ഒപ്പിട്ടാലേ സംസ്ഥാനവും കേന്ദ്രമായിട്ടുള്ള കരാർ ഒന്നുള്ളതല്ലേ നിയമം. അതിന് വിരുദ്ധമായി ഒരു MOU ഗവൺമെൻറ് സെക്രട്ടറി ഒപ്പിട്ടു. മന്ത്രിസഭാ യോഗം അത് തിരുത്തി. ഇതല്ലേ LDF കാലത്ത് നടന്നത്. ഗവൺമെൻറ് സെക്രട്ടറി ഒപ്പിട്ട് MOU മന്ത്രിസഭാ യോഗം തിരുത്തി കഴിഞ്ഞാലോ ഇല്ല, നിങ്ങളുടെ മൂക്ക് ചെത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? അങ്ങോട്ട് പോയിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് ഇങ്ങനെ കിടന്നു നിന്നാൽ മതിയോ? ഞങ്ങൾ PM ശ്രീ നടപ്പാക്കിക്കോളാം, ആ കാശിന് തരൂ. ഇങ്ങനെ മുട്ടിലിഴയുന്നൊരു ഗവൺമെൻറ്റിനെയാണോ 10 കൊല്ലം നിങ്ങൾ കണ്ടത്? തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഗവർണറുടെ മുന്നിൽ കുമ്പിടുന്നൊരു ഗവൺമെൻറ്റിനെയാണോ 10 കൊല്ലം നമ്മൾ കണ്ടത്? തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. എത്ര വേഗത്തിലല്ല ലൈഫ് മിഷൻ ഇല്ലാതെയാക്കിയത്? നിങ്ങളുടെ വേഗം കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ വലിയ തർക്കമുണ്ടായി. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള ആ മാലിന്യ നീക്കം, അല്ലെങ്കിൽ നമ്മുടെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ബാലഗോപാലിൻ്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് മാറ്റിവെച്ചിരുന്ന പണത്തിൽ നിന്നും കുറവ് വരുത്തിയോ?
1542 കോടി രൂപ സതീശൻ കുറവ് വരുത്തിയിട്ടുണ്ട്. 1542 കോടി രൂപ. രണ്ടാമത്തെ ചോദ്യം, സതീശൻ അധികാരത്തിൽ വന്നിട്ട് ഏതെങ്കിലും പഞ്ചായത്തുകൾക്ക് അവരുടെ പദ്ധതി വിഹിതത്തിൻ്റെ ഏതെങ്കിലും ഗഡു കൊടുത്തോ? ഇല്ല. പണം കൊടുക്കാതെ നിങ്ങൾ എന്ത് മഴക്കാലപൂർവ്വ ശുചീകരണം പറയുകയാണ്? തദ്ദേശ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിപാടിയില്ല. വേഗത്തിൽ നിങ്ങൾ ബക്കാടിക്ക് നികുതി ഇളവ് കൊടുത്തു. എൻ്റെ ചോദ്യം ഇതാണ്, ഞങ്ങൾ പ്രതിപക്ഷത്തെ വിട്ടേക്കുക. പ്രതിപക്ഷം എന്ത് പറയട്ടെ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ എന്ത് കുറ്റപ്പെടാം? കുറേ മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കിതിരെ കള്ളം പറയാനും നുണ പറയാനും ചർച്ച സംഘടിപ്പിക്കാനും വ്യാജം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചാനലുകളും പത്രങ്ങളൊക്കെ ഉണ്ട് UDF-ന്. എൻ്റെ ചോദ്യം, നമ്മുടെ KC വേണുഗോപാൽ ആലപ്പുഴ MP പറഞ്ഞതിനെന്താ മറുപടി? കേരളം ഭരിക്കുന്നത് BJP ഭരിക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് അദാനി ഓർത്തോ എന്ന് അദാനിയോട് KC വേണുഗോപാൽ ചോദിക്കാനിടയായ സാഹചര്യം എന്താണ്? CPM അല്ല ചോദിച്ചത്. അതെ അതെ അതെ. ചോദ്യം അദാനിയോടല്ലെന്നും അത് സതീശനോടാണെന്നും വിവരമുള്ളവർക്കെല്ലാം അറിയാം. തീർച്ചയായും സതീശനത് മനസ്സിലാവില്ല. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ചോദ്യം ഒന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചെത്താം. ശരിയാ. ഈ ചർച്ചയിൽ ഒറ്റ വാക്കോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കൺക്ലൂഡ്. ഇനി സമയം കുറച്ചാലും കുഴപ്പമില്ല. ഒറ്റ ചോദ്യം എനിക്ക് പറയാനുള്ളൂ. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. കോൺഗ്രസ് പ്രതിനിധി ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഞാൻ എൻ്റെ മുഴുവൻ സമയം എടുത്തു. എനിക്കിതേ ഉത്തരവുള്ളൂ, ചോദ്യമുള്ളൂ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി 2015 ഉണ്ടാക്കിയ കരാറിൽ കേരളത്തിനെതിരായ വ്യവസ്ഥകളാണ് വളരെ കൂടുതലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കടൽ കൊള്ളാൻ ഞങ്ങൾ പറഞ്ഞു. അതിൽ കേരളത്തിന് അനുകൂലമായ ഏക വ്യവസ്ഥയാണ് 25% ഓഹരി വിൽക്കാൻ അദാനിക്ക് അധികാരമില്ല, കേരള സർക്കാർ അനുവദിക്കാതെ എന്നുള്ളത് വ്യവസ്ഥ. ആ വ്യവസ്ഥ കൂടി ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുമോ? ആ വ്യവസ്ഥ കൂടി അദാനിക്ക് അനുകൂലമായി ഇളവ് ചെയ്ത് കൊടുക്കുമോ എന്നാണ് ഇന്നത്തെ ചോദ്യം. സാധ്യമല്ല. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിലെ ആ വ്യവസ്ഥ ഞങ്ങൾ തൊടില്ല, അത് മാറ്റില്ല എന്ന് അദാനിയോട് മറുപടി പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം കിട്ടണം. വേറെ കഥയും പറഞ്ഞ് നടക്കരുത്. ഇതിന് ഡയറക്റ്റ് ഉത്തരം. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കരാറിലെ 25% എന്ന് പറയുന്ന വ്യവസ്ഥ മാറ്റാൻ സമ്മതിക്കില്ല എന്ന് സതീശൻ പറഞ്ഞാൽ ഞാനൊരു വളയിട്ട് തരാം. അതാണ് റജിൻ. ഞാൻ രതീഷ് ചക്രവാണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാമോ ശ്രീ KL കുമാറിന്റെ ഈ വാക്കിന്? അതായത് 5.3 ക്ലോസ് കൺസെഷൻ കരാറിലെ 5.3 ക്ലോസും പിന്നെ 5.9 ക്ലോസും ഉണ്ട്. അതായത് സമീപത്തുള്ള ഒരു തുറമുഖത്തിലും ഷെയറുകൾ എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളവരെ ഇതുമായിട്ട് സഹകരിക്കുമോ? MSC എന്താണ് തൂത്തുക്കുടിയിൽ അവർക്ക് ഒരു ടെർമിനൽ തന്നെ സ്വന്തമായിട്ടുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം ഷെയറും വിൽക്കാൻ പോകുന്നത്. അല്ല, MSC ഒക്കെ വിട്. അപ്പോൾ ഈ കരാർ നിങ്ങൾ അതെ. എൻ്റെ ചോദ്യം അദാനിയിൽ പരിമിതപ്പെടുന്നു. അദാനിയുടെ അവകാശം അദാനി മാത്രം മതി. MSC ഒക്കെ വിട്. 25% മേലെ ഷെയർ വിൽക്കാൻ സമ്മതിക്കത്തില്ല. ഉമ്മൻചാണ്ടി കരാറാണ്. ഞങ്ങളത് മാറ്റില്ല എന്ന് പറയാമോ? ഇന്ന് പറയാമോ റജിൻ? വേണേ അടുത്ത ചോദിച്ചിട്ട് KPC ഓഫീസ് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അവിടെ പിന്നെ ആരും ഇല്ലല്ലോ. KPC ഓഫീസ് ആരും ഇല്ലല്ലോ ചോദിക്കാൻ. അതെ അനിൽകുമാർ ഇവിടെ വളരെ വിശദമായി തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ രതീഷ് ചക്രവാണിയുടെ സമയമാണ്. ആ ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ സ്പെസിഫിക് ആയി പറയാം, കൃത്യമായി പറയാം. എനിക്കറിയത്തില്ല. അല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നത് അത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ദീർഘവീക്ഷണത്തിന്റെ കരാറാണ്. ആ കരാറുമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുത്തത്, മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് നമ്മൾ കണ്ടാണല്ലോ. നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നിങ്ങൾ ആദ്യമേ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ EP ജയരാജനോടും അവരെയൊന്നും മുഖവിലക്കെടുക്ക്. അനിൽകുമാറെ എനിക്ക് പറയാനുള്ളത്, ബഹുമാന അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കരാറിനകത്ത് വെള്ളം ചേർക്കുവാനോ അതുമായി അധികം വിൽപ്പന നടത്താനുള്ള അവകാശം ഇപ്പോൾ അദാനിക്കില്ല. അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുമോ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ തുറമുഖയാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ണറാണ്, ഞങ്ങളുടെ വികസന പങ്കാളിയാന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു വർഷമായി നടന്ന് എന്തൊക്കെ ചർച്ചകൾ നടത്തി? താങ്കൾക്ക് അതിൽ ഉത്തരവില്ല. ഞാൻ രതീഷ് ചക്രവാണിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ സമയമാണിത്. പ്ലീസ് ശ്രീ രതീഷ് ചക്രവാണി, നമുക്ക് ഇവിടെ നിരവധി വിഷയങ്ങൾ, സാമൂഹിക സംബന്ധിയായ വിഷയം, അതായത് സ്കൂൾ കുട്ടികളുടെ കഞ്ഞി മുതൽ ലോഡ് ഷെഡിംഗ് അടക്കം നിരവധി വിഷയങ്ങളിൽ ഈ സർക്കാർ വരുത്തുന്ന ഭരണ പരാജയം, പുതുയുഗ
വിസ്മയം. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ കള്ളാടിയിലും കണ്ടത്. നമുക്ക് ഈ വിഴിഞ്ഞത്ത് നിന്ന് തന്നെ ഇനി രതീഷ് ചക്രവാണിയിലൂടെ തുടങ്ങാം. വിഴിഞ്ഞത്ത് 15 കോടി രൂപയാണ് മുൻ MD പിഴയിട്ടത്. ആർക്ക്? അദാനിക്ക്. 8 തവണയായി. എന്തിന്? കരാർ ലംഘനത്തിന്. പക്ഷേ ആ MDയെ ദിവ്യ SIയെ അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ ഇതാ UDF സർക്കാർ, സതീശൻ സർക്കാർ എങ്ങനെയാണ് അദാനിയുടെ കരാർ ലംഘനത്തെ കാണുന്നത്? ഈ 2 വ്യത്യാസം മാത്രം പോരെ അദാനിക്കായി ആരാണ് ഇത്തരത്തിൽ കൊടി പിടിക്കുന്നതെന്ന് വ്യക്തമാകാൻ? ശ്രീ ചക്രപാണി. അജിംസ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ അവിടെ ദിവ്യ SIR 8 തവണ നോട്ടീസുകൾ കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമല്ല, കണ്ടെത്തിയത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളടക്കം സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളടക്കമുള്ള റിപ്പോർട്ടുകളൊന്നും ഇവർ തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പകരം മിസ്മാനേജ്മെന്റ്, അതായത് പണവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന പണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഗവൺമെന്റ് അറിയാതെ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്കാണ് അവരെ ഏറ്റവും ആദ്യമേ തന്നെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ആ 8 തവണ നോട്ടീസ് കൊടുത്തു 15 കോടി രൂപ ഫൈനിട്ടു എന്നുള്ളത് മാത്രമല്ല നമ്മൾ അത് കാണേണ്ടത്. അത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ, ഇവരെ കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് ഒരാളുകളുണ്ട്, ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയുന്നത് അവരെ കൃത്യമായി അലോസരപ്പെടുത്തിയിരുന്നു. ആ അലോസരപ്പെടുത്തിയത് കൊണ്ടാണ് ആ ഗവൺമെന്റ് മാറി പകരം ഗവൺമെന്റ് വരുമ്പോഴെങ്കിലും മുഖ്യമന്ത്രി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് മംഗലാപുരം വരെ യാത്ര നടത്തിയതും KC വേണുഗോപാൽ ആകാതിരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് പിന്നീട് അവർക്ക് പല ലിസ്റ്റ് കൊടുത്തിട്ടുള്ള അടക്കമുള്ള ആളുകളെയാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന വലിയ ആരോപണമുണ്ട്. ഇപ്പം അജിംസ് ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇനി അടുത്തൊരു 48 മണിക്കൂറുകളിൽ കേരളം കേൾക്കാനിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഈ ചർച്ചയിലിരുന്ന് പറയാനുള്ളത്. മറ്റൊരു ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ കള്ളാടി ദുരന്തം അല്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല, അത് മറ്റൊരു മാധ്യമങ്ങളിലൂടെ പുറത്തു വരും, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പം കള്ളാടി ദുരന്തം എന്ന് പറയുന്ന ദുരന്തം, ആ ദുരന്തത്തിൽ ഇത് അജിംഷാദ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ കേരളത്തിൽ 2018 വലിയ പ്രളയമുണ്ടായപ്പോൾ പല ജില്ലകളും തന്നെ വലിയ കഷ്ടതയിലായിപ്പോയപ്പോൾ പോലും മാറാൻ വസ്ത്രമില്ലാതെ ആളുകൾക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഡ്രസ്സ് എടുത്തു കൊടുത്തുകൊണ്ട് മാത്രമല്ല, മറ്റാളുകൾ അവർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കാനും വളരെ കൈയയച്ച് സഹായിക്കാനും ഒക്കെ തയ്യാറായിരുന്നു. കേരളം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം ആളുകൾ അങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്തതിന്റെ ഒരു കാരണം എന്താണ്? ആ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ്, UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവര് കഴിഞ്ഞ തവണ മുണ്ടക്കൈ ചൂരൽമലയിൽ പിരിച്ചിട്ടുള്ള പണവും അതിനുവേണ്ടി ചോദിച്ചിട്ടുള്ള വീടും ഞാനിപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹം നിസ്സഹായനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷെ അത്തരത്തിലുള്ളൊരു കൾച്ചറുള്ള, സംസ്കാരമുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ആളുകൾ കൂടുതലായി സഹായം കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ലേ എന്ന് പറയുന്ന ഒരു സംശയമാണ് ആദ്യമേ തന്നെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അത്തരത്തിലുള്ളൊരു വിശ്വാസക്കുറവ് ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വേണം നിങ്ങളൊന്ന് ആലോചിക്കാൻ. കാരണം ഇവര് ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അത് ചെയ്തിട്ടില്ല. വെച്ച കല്ലിന്റെ പുറത്തേക്ക് ഒരു കല്ല്, ഒരു ചിരട്ട മണൽ പോലും എടുത്തിട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതിന് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയട്ടെ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം കിഴക്കമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുടിയൊഴിപ്പിക്കലുണ്ടായി 8ഓളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന്. ആ കുടിയൊഴിപ്പിക്കലുണ്ടായപ്പോൾ അത് ഗവൺമെന്റ് അധികാരത്തിലേറി 2ാമത്തെ ദിവസമായതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പല വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസുകാരുടെ, അതായത് ഗൂഢാലോചനയാണ്, അവർ ഈ ഗവൺമെന്റിനെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കള്ളാടി ദുരന്തമുണ്ടായപ്പോഴും യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നും ഈ തുരങ്കം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറയുന്ന ധ്വനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കുടപിടിക്കുന്ന മാധ്യമ വാർത്തകളുമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം?
അവിടെയുള്ള കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൂടാതെ 7 പഠന റിപ്പോർട്ടുകൾ, അവിടുത്തെ ഭൗമ പഠന റിപ്പോർട്ടുകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിക്കാതെ രാഷ്ട്രീയമായി കള്ളം പറയുകയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഭയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ, ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു പാവ മനുഷ്യൻ, 52 വയസ്സുള്ള ഒരു മനുഷ്യൻ, കുറേ കാലം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ വന്നു നിന്നപ്പോൾ വാച്ച്മാൻ തടഞ്ഞു. ഇനി ആ വാച്ച്മാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചതാണ് എന്നൊരു ന്യായം ഇവർ പറയുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഹോസ്പിറ്റലടക്കം നടന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയണം. കാരണം ആ ഹോസ്പിറ്റലിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കൂടിയ ആളുകളോട് തിരികെ പ്രതികരിക്കാനായിട്ട് ഒരു ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അവിടെ കൃത്യമായ ചികിത്സ കിട്ടാതെ ഒരാൾ മരണപ്പെട്ടു പോയപ്പോൾ പോലും അവിടുത്തെ ഒരു വാച്ച്മാനെതിരെ മാത്രം നടപടിയെടുക്കുകയും അവിടെ കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നു എന്ന് ഏറ്റവും ആദ്യമേ തന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് പറയുകയും ചെയ്തു. എത്രമാത്രം നിരുത്തരവാദപരമാണ്, എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് പെരുമാറുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇപ്പം എംപാനലിൻ്റെ അവിടെയുള്ള തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ. 8,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് വളരെ കൃത്യമായി ആ KSRTCയുടെ തന്നെ വരുമാനം വെച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് എത്തിച്ചതാണ്. അവർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് അറിയാം ജിംഷാദെ? അവിടെ ശമ്പളം കൊടുക്കുന്നത് പെർ ഡേ 550 രൂപ മുതൽ 850 രൂപ വരെയാണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരാൾക്ക് ഒരു മാസം കിട്ടാൻ പോകുന്നത് ഒരു 13,000, 14,000 രൂപ മുതൽ 21,000 രൂപ വരെയാണ്. അവരോടാണ് ഈ പറയുന്ന പോലെ പെൻഡിങ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോഴും ഞങ്ങൾ നാളെ കൊടുക്കും, മറ്റന്നാൾ കൊടുക്കും, ഇത് ടെക്നിക്കലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി നമ്മുടെ റെജിന സുണ്ണിത്താൻ പറഞ്ഞു 2 ദിവസത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മുടങ്ങിയിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ളതാണ്, നമുക്കറിയാം. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തേക്ക് അത് വൈകി എന്ന് പറഞ്ഞുണ്ടാകുന്ന പ്രശ്നം പോലെയല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പെർ ഡേ 2 കോടി രൂപ വരുമാന നഷ്ടത്തിലോടുന്ന KSRTC ഇതെങ്ങനെ കൊടുക്കും എന്ന് അന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിന് ആനുപാതികമായിട്ടുള്ള പണം ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പം ഇത്തരത്തിൽ വളരെ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇവർക്ക് പറ്റുന്ന തെറ്റുകളോട് ഇവരുടെ സമീപനം എന്ത് എന്നുള്ളത് നമ്മളെ വളരെയധികം ഉത്കണ്ഠപ്പെടുത്തുന്നു. കാരണം ഒരു കാര്യത്തിലും അക്കൗണ്ടബിലിറ്റിയോ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാതെ ഇവർ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മെനയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയുള്ളത്, ഇതിനെല്ലാം കുടപിടിക്കുന്ന നിരവധി മാധ്യമ പ്രവർത്തനവും കേരളത്തിലേക്ക് ഏതാണ്ട് ഗോദി വീഴിയുടെയൊക്കെ കാര്യത്തിൽ വന്നതുപോലെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ തന്നെ വളരെ വളരെ ആകുലചിത്തരാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. ശ്രീ രജിന സുണ്ണിത്താൻ, ഇങ്ങനെ ഉള്ള ഇവരുടെ അനുഭവങ്ങളാണ് ഇവർ സാക്ഷ്യങ്ങളായി മുമ്പോട്ട് വെക്കുന്നത്. അത് വിവിധ മേഖലകളിൽ സ്കൂൾ കുട്ടികൾക്ക് ബിർണാണി എന്ന് പറഞ്ഞ കുട്ടിക്ക് ബിരിയാണി വിളമ്പിക്കൊടുത്തു ഈ സർക്കാർ. പക്ഷേ ഉച്ചക്കഞ്ഞി പോലും ഇപ്പോൾ ഇല്ല. ഇങ്ങനെ ഒരു സാഹചര്യം, ആശുപത്രിയിൽ മരുന്നില്ലാത്ത സാഹചര്യം, മാത്രമല്ല ക്യൂ നിന്ന് മരിക്കേണ്ടി വരുന്ന സാഹചര്യം. താങ്കൾ നേരത്തെ പറഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയെന്നാണ്. ഏത് മാസത്തെ ശമ്പളം മുടങ്ങിയതെന്ന് പറയണം മുൻ സർക്കാരിൻ്റെ കാലത്ത്. പിന്നീട് കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതരെ നിങ്ങളുടെ സർക്കാർ ചേർത്ത് പിടിക്കുകയാണെന്നാണ് പറഞ്ഞത്. എവിടെ ചേർത്ത് പിടിക്കുന്നു? അവർ ഉടുതുണി, ചെളിപ്പുരണ്ട ഉടുതുണിയുമായി നിൽക്കുകയാണ്. അവർ പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത് റജിൻ. നോക്കൂ അജിംഷാദ്, ആരാണ് കണ്ണട ചിരിട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അജിംഷാദെ, നിങ്ങളല്ലേ കണ്ണട ചിരിട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന അനിൽകുമാർ, ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി അനിൽകുമാർ കുറേ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നു. ആദ്യം ഞാൻ വിഴിഞ്ഞത്തിൽ നിന്നും തുടങ്ങാം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ 40 വർഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കിട്ടേണ്ടത് 40 വർഷത്തേക്കുള്ള കരാറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന കരാറ്, അത് 45 വർഷമായി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ പേരെന്താ? പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നല്ലേ? നിഷേധിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ പറയുന്ന ഫൈൻ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടു. 1ാം ഘട്ട പ്രവർത്തനം, അതായത് പൂർത്തീകരിക്കേണ്ടത് 2019-ലാണ്. അതല്ലെങ്കിൽ 980 കോടി രൂപയുടെ ഫൈൻ വന്നിട്ട് ആ ഫൈൻ എടുത്തു മാറ്റിയ ഗവൺമെന്റിന്റെ പേരെന്താ? പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നല്ലേ? നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറകോട്ട് വലിച്ചത്? അദാനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വെള്ളം ചേർത്തത് ആരാണ്? ഈ CPM ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റാ. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണോ കോൺഗ്രസിനും UDF-നും എതിരെ ഒക്കെയുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ എംപാനൽ ജീവനക്കാരും, ഞാൻ പറഞ്ഞു, ഈ എംപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. KSRTC
എന്തോ കരാർ ഒപ്പിട്ടത് ആരാണ്? കരാർ ഒപ്പിട്ടത് ആരാണ്? കരാർ വ്യവസ്ഥകൾ നിലനിൽക്കുകയല്ലേ? ആ വ്യവസ്ഥ ലംഘിച്ചു എന്നതിന്റെ പേരിൽ ഫൈൻ ഇട്ടത് ദിവ്യ എസ് അയ്യർ MD ആയിരിക്കുകയാണ്. സർക്കാരിന്റെ കാലത്താണ് 8 തവണ 15 കോടി രൂപ. ഇനിയും വരാനിരിക്കുന്നു പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട്. അത് ചക്രവാണി സൂചിപ്പിച്ചു. അജിംഷാദെ, ഈ പറയുന്ന കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടത് 40 എന്നുള്ള 45 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഗവൺമെന്റിന് LDF ഗവൺമെന്റാണ്. നിങ്ങൾക്ക് പറ്റുമോ വാദിക്കുവാൻ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ പറയുന്ന ഫൈൻ അടിച്ചിട്ട് 980 കോടി രൂപ അദാനിക്ക് വേണ്ടി ഇത്തരത്തിൽ കരാർ ലംഘനങ്ങൾ നടത്തുകയും അദാനി ഇത്തരത്തിൽ 5.3 നേരത്തെ ചോദിച്ചതുപോലെ 25% കൂടുതൽ വിൽപ്പന നടത്തണമെങ്കിൽ മുൻകൂട്ടി സർക്കാരിന്റെ പ്രിയോർ അംഗീകാരം വേണം, അനുമതി വേണം എന്നിരിക്കെ പോയി സെബിയെ കണ്ടു. എന്താണ് നിങ്ങളുടെ നടപടി? പക്ഷേ മുൻകാലത്ത് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ കരാർ ലംഘനത്തിൻ്റെ അംശങ്ങൾ കണ്ടപ്പോൾ 15 കോടി രൂപയാണ് അവർക്ക് ഫൈൻ ഇട്ടത്. 8 തവണയായി. നോക്കൂ, ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു അതൃപ്തി അറിയിക്കുന്നു. ഇതാണോ? എന്നിട്ട് അദാനിയുമായി ഉള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന മംഗലാപുരം യാത്രയുണ്ട്. ഇങ്ങനെയുള്ള വിവിധ വശങ്ങളാണ് ഇവർ ഉയർത്തിക്കാട്ടിയത്. അതിന് മറുപടി പറയൂ. ബന്ധപ്പെട്ട് കരാറിനകത്ത് കൺസെഷൻ എഗ്രിമെന്റ് അല്ല അജിംഷാദെ, അല്ല അതിനെ മറുപടി പറയുന്നത്. അജിംഷാദെ, കരാറുമായി ബന്ധപ്പെട്ട് കൺസെഷൻ എഗ്രിമെന്റിൽ പറഞ്ഞിട്ട് 5/3 ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരള സർക്കാർ അറിയാതെ ഒരു ഓഹരിയും ആർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, സെബിയെ കാണാൻ പറ്റില്ല എന്നല്ല, അല്ലെങ്കിൽ സെബി കത്തെഴുതാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷേ ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ നിയമനിർമ്മാണ സഭയിൽ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് ഉന്നയിച്ചപ്പോൾ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുക്കുകയും അദ്ദേഹം തൃപ്തനെ പോലെ അവിടെ ഇരിക്കുകയും ചെയ്തു. ദേശാഭിമാനി പത്രം ജൂൺ 5-ാം തീയതി ഇറക്കിയ ലേഖനമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്ത എന്തായിരുന്നു? ജൂൺ 5-ാം തീയതിയിൽ ഞാൻ പറയട്ടെ അജിംഷാദെ, ഇടപെടാലോ അജിംഷാദെ, ഞാൻ പറയട്ടെ. ജൂൺ 5-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. അന്ന് ജൂൺ 5-ാം തീയതിയിൽ ഈ പറയുന്ന MD ആരായിരുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട MD ആരായിരുന്നു? UDF-ന്റെ MD ആയിരുന്നു? CPM വെച്ച MD അല്ലേ? LDF വെച്ച MD അല്ലേ അന്നിരിക്കുന്നത്? അന്ന് ഈ MSC കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അപ്പോൾ എവിടെ നിന്നും ആരംഭിച്ചത്? പെട്ടെന്ന് മെയ് 18-ാം തീയതി അധികാരത്തിലേറിയ ഗവൺമെന്റുമായി അധികാരത്തിലേറിയപ്പോഴാണോ ഈ പറയുന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്? അങ്ങനെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന, കേവലം അരിയാഹാരം മാത്രം കഴിക്കുന്നതിന്റെ കുഴപ്പമോ? അത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, അതാണ് കൂടുതൽ ശാസ്ത്രീയം. രജനെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം, ഞാൻ ചോദിക്കാം. സെബിയോട് പോയി സെബിക്ക് മുന്നിൽ പോയതിനു ശേഷമല്ലേ, ഈ വിഷയങ്ങൾ ആയതിനു ശേഷമല്ലേ നിങ്ങൾ അറിയില്ല എന്ന് സതീശൻ പറഞ്ഞത്? അറിഞ്ഞൂടെയോ? അതെനിക്ക് അറിഞ്ഞൂടാ. അന്തർധാരയുണ്ടോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് സെബിയിൽ പോകുന്നതിന് മുമ്പ് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കേണ്ടായിരുന്നു. അങ്ങനെ അറിയിച്ചോ അദാനി? അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ അത് കരാർ ലംഘനമല്ലേ? അത് അതൃപ്തിയിൽ മാത്രം ഒതുങ്ങുമോ? ഈ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ട അല്ല എന്റെ അജിംഷാദെ, ഇത് ഒരു ആൾക്കാർക്ക്, കേവലം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള അല്ല, ഞാൻ പറയണ്ടേ, നിങ്ങൾ എനിക്കെന്താ സമയം തരാത്തല്ലേ? അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. ഒരു ചോദ്യം ബിരിയാണിയുടെ കാര്യം പറയുമ്പോഴേ വളയൂരി കൊടുത്ത് ഒരു ചോദ്യം അതായത് അദാനി, ഒരു മിനിറ്റ്, റജിന സുള്ളിത്താനും ചർച്ചയ്ക്ക് വരുന്ന ആളുകളും കേരള മുഖ്യമന്ത്രി VD സതീശനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് അദാനി ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്നാണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അസംതൃപ്തി അറിയിച്ചത്? എന്താണ് അദാനി ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വാദം നിങ്ങൾക്ക്? അല്ലല്ലോ, അദാനി ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞത്. അദാനി ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലല്ലോ സാറേ പറഞ്ഞത്. അദാനി കുഴപ്പം ചെയ്തിട്ടുണ്ടോ എന്നോടല്ലേ ഗവൺമെന്റ് അസംതൃപ്തി രേഖപ്പെടുത്തി കത്ത് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും കത്ത് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഗവൺമെന്റ് കുഴപ്പം ചെയ്തിട്ടില്ല എന്നുള്ളതല്ലോ. അതുമായി ബന്ധപ്പെട്ട് അവർ പത്രക്കുറിപ്പ് എടുത്തതുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് അസംതൃപ്തി രേഖപ്പെടുത്തിയതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് അസംതൃപ്തി രേഖപ്പെടുത്തിയതെന്നാണ് ചക്രവാണി ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട നോർമൽ പ്രൊസീജിയർ? അല്ലാതെ എന്താണ് ചെയ്യേണ്ടത്?
അതാണ് അതല്ലേ പറഞ്ഞത്. ശരി, അസംതൃപ്തി എന്തിനായിരുന്നു രേഖപ്പെടുത്തി നിങ്ങൾക്ക് കൊടുത്ത എന്ന് അസംതൃപ്തി? പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തിനായിരുന്നു സർക്കാരിന്റെ നിങ്ങൾക്ക് നിലപാട് അസംതൃപ്തി മനസ്സിലായില്ലേ? രചന സുന്നിത്താൻ? എന്തിനായിരുന്നു നിങ്ങളുടെ അസംതൃപ്തി? അദാനിയുടെ അതെ, ഏത് ഇന്ത്യൻ തുറമുഖ ആക്ടിലാണ് പദ്ധതിയുമായി നിങ്ങൾ അസംതൃപ്തരായത് ബന്ധപ്പെട്ട് പറഞ്ഞു? അല്ല അദാനി സെബിയുമായി ബന്ധപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അസംതൃപ്തിയല്ലേ രേഖപ്പെടുത്തിയത്? അത് താങ്കൾക്ക് അറിയാമല്ലോ സാർ. താങ്കൾ ആരെയാണ് ഈ കളിയാക്കുന്നത്? താങ്കളെ പോലെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി, രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരായിട്ട് വന്നിട്ട് ഈ കൈരളി ഫോണിലെ ചർച്ചയിൽ വന്നിരുന്നത് എന്തിനായിരുന്നു ചോദിക്കുമ്പോൾ തന്നെ ആളുകൾ കളിയാക്കിയല്ലേ ചെയ്യുന്നത്? അല്ല, നിങ്ങളെല്ലാ ചർച്ചയിലും വന്നിരുന്ന് പറയുന്നത് അദാനി ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലതാണ്. വി ഡി സതീശന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനും താങ്കളും മറ്റ് ചാനലിൽ നിങ്ങൾ ഇപ്പോഴും വ്യക്തമായി അദാനി എന്താണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദാനി കേരള ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് പ്രയർ പെർമിഷൻ മേടിച്ചില്ല എന്ന് നിങ്ങൾ നട്ടല്ലുയർത്തി പറയൂ. ആ നട്ടല് നിങ്ങൾ മംഗലാപുരം യാത്രയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ നട്ടല്ലുയർത്തി പറയൂ രജനി സുന്നിത്താൻ. എനിക്ക് താങ്കളുടെ നിസ്സഹായത മനസ്സിലാവും. പക്ഷെ താങ്കളുടെ പ്രധാനപ്പെട്ട കാര്യം അല്ലല്ലേ, ഒരു നിസ്സഹായതയില്ല. നമ്മൾ CPM വിടൂ. CPM അല്ലല്ലോ ഭരിക്കുന്നത്. ഈ പിന്നെ എന്താ നനഞ്ഞ പടക്കങ്ങളായി പോന്നു. CPM അല്ലല്ലോ ഭരിക്കുന്നത്. നിങ്ങൾക്കാണ് സഹായത. CPM അല്ലല്ലോ ഭരിക്കുന്നത്. CPM അല്ലല്ലോ. കേരളത്തിൽ 18-ാം തീയതി മുഖ്യമന്ത്രി അധികാരമായിട്ടുള്ള വി ഡി സതീശൻ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ബക്കാഡി കമ്പനിയുടെ ഈ അപേക്ഷ വിളിച്ചു വരുത്തുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്ത വേഗത നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇല്ലാത്ത എന്താണ്? എന്താണ് തെറ്റെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്താണ് രജനി സുന്നിത്താൻ? നിങ്ങള് മറ്റേ പൂഴിക്കടകനും കൺകെട്ട് വിദ്യ കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ ഇത് രക്ഷപ്പെടാൻ പറ്റില്ല. അത് നിങ്ങളുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്ന അഭ്യാസം അതുകൊണ്ട് ചെലവാകില്ല. കാരണം ചോദ്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ കൃത്യമായി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ കെ അനിൽകുമാർ, ഇത്തരം വാദങ്ങൾ, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ കണ്ണടച്ച് ഏത് വിഷയങ്ങളെയും എതിർക്കുക എന്ന തന്ത്രമാണ് എടുത്തത്. നിങ്ങൾ അതിൻ്റെ നുണകളൊക്കെ എണ്ണി സമൂഹത്തോടൊക്കെ പറഞ്ഞതാണ് പണ്ട്. അതേ മാതൃകയിൽ സർക്കാരിൻ്റെ ഭാഗവാക്കായും തുടരാം എന്ന രീതിയാണ് ഇവിടെ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും കേരളത്തിൻ്റെ ഭരണപ്രക്രിയകളിൽ പ്രത്യാഘാതം ഉണ്ടാക്കുക? കാരണം ഈ മണ്ണിടിഞ്ഞ് വന്ന വിഷയത്തിലടക്കം കമ്പനി ആണത്രേ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇങ്ങനെ വിചിത്രവാദങ്ങളാണ് കോടതിയിലടക്കം നൽകുന്നത്. ശ്രീ കെ അനിൽകുമാർ. വിഴിഞ്ഞം കരാറുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. അതിനൊരു വെള്ളി രൂപ പോലും ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയില്ല. 10 കൊല്ലക്കാലവും ഇത് നല്ല നിലയ്ക്ക് നടത്താൻ പരിശ്രമിച്ചത് പിണറായി വിജയനാണ്. ഒന്നാം ഘട്ടം, ഈ കപ്പലിൻ്റെ ആദ്യഘട്ടം, ആ കപ്പൽശാലയുടെ ആദ്യഘട്ടം, തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായാൽ മാത്രമേ ഓഹരി വിൽപ്പന എന്ന കാര്യം അദാനിക്ക് അവകാശമുള്ളൂ. അത് 25% താഴെ. ആ ഒരു വർഷം പൂർത്തിയായപ്പോൾ LDF സർക്കാർ അധികാരത്തിലില്ല. UDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴാണ് കപ്പൽ ആദ്യം അവിടെ വന്ന് 1 കൊല്ലം പൂർത്തിയായത്. അതാ കരാറിലെ ഒരു വ്യവസ്ഥയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 25% കൂടുതൽ ഓഹരി കൈമാറ്റം പാടില്ല. അങ്ങനെ കൈമാറിയാൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കരാർ. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥ ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദാനിയെ അറിയിക്കുമോ? അത് സതീശൻ പ്രഖ്യാപിക്കുമോ? അത് AICC പ്രഖ്യാപിക്കുമോ എന്നതാണ് ചോദ്യം. അതല്ലാതെ മറ്റെന്ത് വിവാദത്തിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങളെ കേരളത്തോട് സത്യസന്ധത കാണിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളിവിടെ ചെയ്യുന്ന കളങ്കം എന്താണ്? കോവിഡ് വന്നു, പ്രളയം വന്നു. കോവിഡ് കാലത്ത് ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗണാണ്. കോവിഡ് കാലത്ത് കോടതി കേസ് കൊടുക്കണം തന്നെ ആ കോവിഡ് കാലം കഴിഞ്ഞ് കേസ് കൊടുത്താൽ മതി. നിയമമല്ലേ? അത്രയും മാസക്കാലം, 21 മാസക്കാലം അദാനിക്ക് ഇളവ് കിട്ടാൻ പറ്റുമോ? ഞങ്ങളാണ് ഇളവ് കൊടുത്തത്. നിങ്ങൾ 5 കൊല്ലക്കാലം പറയുമ്പോൾ 2 കൊല്ലം കോവിഡിൻ്റെ ഇളവ് ഞങ്ങളാ. പിന്നെ നിങ്ങളുടെ വിമോചന സമരം, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണെങ്കിലും അത് കടൽ ശോഷണമാണ്.
നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് KPC പ്രസിഡന്റും ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതല്ലേ? നിങ്ങളെ മറികടന്നില്ലേ? നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിച്ചില്ലേ? നിങ്ങളെ മറികടന്ന് അത് നടപ്പാക്കാൻ വരുമ്പോൾ അവിടെ പണി നിർത്തി വയ്ക്കപ്പെട്ടു. അദാനി എപ്പോൾ ആർബിട്രേഷൻ പോകുമ്പോൾ ഇതെല്ലാം അദാനിയുടെ മുമ്പിൽ കണക്കാണ്. KPC നടത്തിയ സമരം 1 കൊല്ലം, കോവിഡ് കൊണ്ട് ഇത്ര, 2 പ്രളയം കൊണ്ട് ഇത്ര, കല്ല് കിട്ടാത്തത് കൊണ്ട് ഇത്ര, അത് വരുമ്പോൾ 5 കൊല്ലം നീണ്ടുപോയെന്നേ. 5 കൊല്ലം നീണ്ടുപോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? കരാർ പൊളിച്ചെഴുതി. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 2028 2ഉം 3ഉം ഘട്ടം പൂർത്തിയാക്കണം. 2028 അതിന് പണം മുടക്കണം. ആ പണം മുടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ MSA കൊണ്ടുവന്നിരിക്കുന്നത്. അദാനിയുടെ ഒന്നുമില്ല. അദാനി MSA കൊണ്ടുവന്നിരിക്കുകയാണ്. അദാനി MSA കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ വില എത്ര? 25,000 കോടിയായി. അദാനി എത്ര മുടക്കി? 2,500. 2,500 കോടി മുടക്കിയ അദാനിക്ക് 25,000 കോടി രൂപയ്ക്ക് ആ തുറമുഖത്തിൻ്റെ ഓഹരി വില കണക്കാക്കിയിട്ട് 49% ഓഹരി 12,300 കോടിക്ക് വിൽക്കുകയാണ്. ഈ കൂട്ടുകച്ചവടത്തിന് കേരള സർക്കാർ കൂട്ടു നിൽക്കുമോ? ഇവിടെ വലിയ ചർച്ച. സർക്കാർ അറിഞ്ഞോ ഇല്ലയോ? നിങ്ങൾ ദയവായി മനസ്സിലാക്കൂ. 29-ാം തീയതി വന്ന ഈ പറയുന്ന പ്രസ് റിലീസിനകത്ത് കേരള സർക്കാരിനെ അറിയിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി ജൂൺ മാസം 1-ാം തീയതി വന്ന പത്രവാർത്ത, ജൂൺ മാസം 3 മാതൃഭൂമി എന്ന പത്രവാർത്ത, ജൂൺ മാസം 5-ന് ദേശാഭം എന്ന പത്രവാർത്ത, കേരള സർക്കാരിനെ പങ്കെടുപ്പിച്ച് ഈ ചർച്ച നടത്തി നിങ്ങൾ അറിഞ്ഞോ? കേരള സർക്കാർ ഈ ചർച്ചയിൽ പങ്കെടുത്തുന്ന ഏതെങ്കിലും രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞങ്ങളുടെ രേഖയും കൊണ്ട് പോകുന്നിട്ടില്ല, അവിടെ ഉണ്ടല്ലോ. ആ രേഖ പരിശോധിച്ചിട്ട് രത്തൻ കേൽക്കർ എഴുതി കൊടുത്ത എന്താണ്? കേരള സർക്കാരിനെ, തുറമുഖ വകുപ്പിനെ ഒരു കാര്യവും അറിയിക്കാതെ MSC കമ്പനി അദാനിയുടെ കൂട്ടുകച്ചവടം നടത്തി. എന്നിട്ട് നിങ്ങൾ നേരെ പോയി സെബി അറിയിച്ചു. സെബി അറിയിച്ച കുഴപ്പം എന്താണെന്നറിയോ? കേരളം തർക്കിച്ചില്ലെങ്കിൽ സെബി അത് പ്രകാരം ആക്ട് ചെയ്യും. ആക്ട് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് മറുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി കത്തയച്ചു സെബിയോട്, ഇങ്ങനൊരു തർക്കം ഇവിടെയുണ്ട്, നിങ്ങൾ കേരളത്തിൻ്റെ താല്പര്യം ഹരിച്ചിട്ട് നിങ്ങൾ അവത്തിൽ ആക്ട് ചെയ്യരുത്. ഇങ്ങനൊരു കത്ത് കേരളം കൊടുക്കുമോ? സെബിക്ക് കൊടുക്കുമോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, 1 ഉമ്മൻചാണ്ടി കരാറിൽ മാറ്റം വരുത്തുമോ? ഉത്തരവില്ല. 2 VD സതീശൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചെയ്ത പോലെ ഒരു കത്ത് സെബിക്ക് കൊടുക്കുമോ? മറുപടിയില്ല. നിങ്ങൾ ദേശാഭിമാനിയെയും ജയരാജന്റെ സഖാവിനെയും മറ്റ് നേതാക്കന്മാരെയും പേര് പറഞ്ഞ് എത്ര കാലം രക്ഷപ്പെടാൻ നിൽക്കും? ഡയറക്റ്റാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കരാർ പൊളിച്ചെഴുതി, പദ്ധതി വേഗത്തിലാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രത്തോളം എതിരായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ആ കരാറിനെ ഞങ്ങൾ പൊളിച്ചെഴുതിയത് കൊണ്ടാണ് 2ഉം 3ഉം ഘട്ടം ഉടൻ തീർക്കാൻ അദാനി നിർബന്ധിക്കപ്പെട്ടത്. നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് പണം തപ്പിയത്. പണം തപ്പിയപ്പോഴാണ് MSCയുടെ പുറകെ പോയത്. 25% 7,500 കോടി രൂപയ്ക്ക് അത് വിൽക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട? കരാറിൽ തന്നെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ബാക്കി 24% കൂടെ വിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കേരളം അനുവദിക്കണം. 6,800 കോടി രൂപ അദാനിക്ക് ഇപ്പോൾ ലാഭം കിട്ടും. ഇതിലെത്ര കിട്ടി എന്നുള്ളതാണ് സതീശൻ പറയേണ്ടത്. ഇല്ല, സതീശൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ സമ്മതിക്കില്ല. അവർ നിയമപ്രകാരം എത്ര വേണോ കരാറുള്ളത് അത് പ്രകാരം അവർ കൈകാര്യം ചെയ്തോട്ടെ. ഇനി കേരളത്തിൽ നിന്ന് പുതിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് ഞങ്ങൾ പറയുമായിരുന്നു. DBISR അവിടെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്കുള്ള സുതാര്യത എന്താണ്? പിണറായി വിജയന് അദാനിയുമായുള്ള ബന്ധത്തിൽ ഒളിക്കാനൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ അഭിമാനം. പിണറായി വിജയന് അദാനിയുമായുള്ള ബന്ധത്തിൽ ഒളിക്കാനുണ്ടെങ്കിൽ DBISR അവിടെ ഇരിക്കത്തില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആരാന്നറിയോ? നിങ്ങളിത് രത്തൻ കേൽക്കർ മാത്രമല്ല, ജെറോമി വി ജോർജ് ആരാണ്? ജെറോമി വി ജോർജ് ആരാണ്? തുറമുഖത്തിൽ ആരാ അദ്ദേഹം? രത്തൻ കേൽക്കറുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഫീസിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു കേട്ടോ. അപ്പോൾ BJPയുടെ ഇലക്ഷൻ കമ്മിറ്റി ആഫീസിൽ നിന്ന് മൊത്തം ആളുകളെ, ഈ സീലും കൊണ്ട് നടന്ന ആളെ നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. തുറമുഖം കേൽക്കർ മാത്രമല്ല, ഇതൊക്കെ ഓരോ ദിവസം പുറത്തു വരാൻ പോവാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. അടങ്കലാണ്. ഞങ്ങളുടെ ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവരൊന്നും ഇല്ലാതല്ലേ. അദാനി പിണറായി വിജയൻ സർക്കാരിനെ സമീപിച്ചു, നിലം തൊടിക്കാതെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ UDF സർക്കാർ വന്നപ്പോൾ കൃത്യമായി ഞാൻ അത്ര പറയണില്ല. ഞാൻ പറയുന്ന കാര്യം എന്താണ്? DBISR എന്ന് പറയുന്നത് LDFന്റെ സുതാര്യതയുടെ പ്രതീകമാണ്. ആ സതീശന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ വീട്ടിൽ കല്യാണം കഴിച്ച് ശബരിനാഥന്റെ ഭാര്യയായതുകൊണ്ട് അവർ ശബരിനാഥന്റെ ഭാര്യ എന്ന വ്യക്തിത്വമല്ല. ഞങ്ങൾ നിർഭയമാണ്. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ആരാ? കേട്ടില്ല.
ചോദ്യം കേട്ടില്ല. 2019 ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കേസെടുക്കാമായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് 980 കോടി രൂപ എഴുതി കൊടുത്തപ്പോൾ ആ പൈസ അടപ്പിക്കാൻ പറ്റുന്നല്ലോ. നിങ്ങൾക്ക് 950 കോടി മതിയോ അതോ പിന്നെ തുറമുഖം വേണോ? ഈ കരാർ റദ്ദായ തുറമുഖം കാണുമോ? ഈ തുറമുഖം ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കുളച്ചിൽ തുറമുഖം ഇല്ലേ? തമിഴ്നാട്ടുകാർക്ക് കുളച്ചിലുമായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കരുതിട്ട് കാര്യമുണ്ടോ? ഒരു വഴിവിട്ടുമില്ല. അതാണ് പറഞ്ഞത്. കരാറിന് വ്യത്യസ്തമായി ദയവായി കേൾക്കൂ സാർ. നിങ്ങൾ ദയവായി, നമ്മൾ പൊതു താല്പര്യമല്ലേ, കരാറിനകത്തെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഇനി 950 കോടി പിഴാന്ന് പറയണില്ല, ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. നിങ്ങൾ കേൾക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. ഈ ആർബിട്രേഷൻ ക്ലോസിൻ്റെ പ്രത്യേകത എന്താ? അദാനി കമ്പനിയായിട്ട് കേരള സർക്കാർ ആർബിട്രേഷൻ നടത്തിയാൽ അദാനി ജയിക്കുമോ കേരളം ജയിക്കുമോ? അമേരിക്കയിലെ അദാനിക്കെതിരെ കേസ് കൊടുത്തിട്ടേ അവിടുത്തെ ഫെഡറൽ കോർട്ടിൽ അമേരിക്കയുടെ സർക്കാർ എഴുതി കൊടുത്തു, അദാനിക്കെതിരായിട്ട് ഞങ്ങൾ ഇങ്ങനെ കേസ് കൊടുത്തതിന് മാപ്പ് പറയുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള അദാനിയുമായി ബന്ധപ്പെട്ട കേസ് വന്നത് നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചു. ഞങ്ങൾക്കല്ല പേടി അവിടെ അമേരിക്കയ്ക്കാണ്. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ കരാർ നടപ്പാക്കാൻ. അപ്പോൾ കോവിഡ് വന്നു, ശരിയാണ്, ആർബിട്രേഷനിലേക്ക് പോയി. ആർബിട്രേഷൻ എത്ര കൊല്ലം കിടക്കും? നിങ്ങൾ പറയും മിസ്റ്റർ, പറയട്ടെ. നിങ്ങൾ ഉമ്മോദര സമരമായിട്ട് നിൽക്കുന്നു, പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കാൻ നിൽക്കുന്നു. ഞങ്ങളോ പദ്ധതി മുന്നോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? തകർക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ ആർബിട്രേഷൻ വെക്കൂ. അതെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കരാർ പ്രകാരം ഒരു പൊതു താല്പര്യം മുൻനിർത്തി അവർക്ക് വേണ്ട നിർമ്മാണ സൗകര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു കൊടുത്തു. അത് ശരിയാണ്. പക്ഷേ അദാനി എന്ന കമ്പനിക്ക് പൊതു താല്പര്യം മറികടന്ന് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടലുകൾക്ക് അവസരം തുടർന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണ്, UDF സർക്കാരാണ്. ഇതാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തി വസ്തുക്കളാൽ പറഞ്ഞത്. രജനി സുണ്ണിത്താൻ, ഈ സാഹചര്യങ്ങൾ, വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ, അവിടെ 2 ചോദ്യങ്ങളാണ് ഉയരുന്നത്. നമുക്ക് ഇനി സ്പെസിഫൈ ചെയ്യാം, അധികം സമയമില്ല, ഓരോ മിനിറ്റ്. അതായത് 5.3 ക്ലോസ്, 25% ഓഹരികൾ വിൽപ്പന നടത്തിയാൽ കരാർ റദ്ദാകും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ബോള് സർക്കാരിൻ്റെ കോർട്ടിലാണ്. അതൃപ്തി മാത്രം അറിയിച്ച് മുന്നോട്ട് പോകാനാകില്ല. കൃത്യമായി ഇടപെട്ടാൽ അത് പൊതു താല്പര്യത്തിന് ഗുണകരമാകും. അങ്ങനെ ചെയ്യുമോ? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് ഷാർപ്പായി താങ്കൾക്ക് ഉത്തരം പറയാം. ഉറപ്പായിട്ട് അജിംഷാദെ, അതുമായി ബന്ധപ്പെട്ട് എംപയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വിഴിഞ്ഞം എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ വികസനത്തിന് എന്താണോ വേണ്ടുന്നത്, ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പോകത്തുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അനിൽകുമാർ അത് സമ്മതിച്ചു തന്നത് വളരെ ഉപകാരം. കരാർ പുതുക്കി എഴുതിയതിനെ പറ്റി 40 എന്നുള്ളത് 45 വർഷമാക്കി കൊടുത്തതും ഈ പറയുന്ന 980 കോടി രൂപ കിട്ടേണ്ടത് എഴുതി തള്ളുവാൻ തീരുമാനിച്ചതുമൊക്കെ, അല്ലെ അത് വേണ്ട എന്ന് വെച്ചതുമൊക്കെ അദാനിയെ പോലെയുള്ള കമ്പനികളെ സൂചിപ്പിച്ച് അല്ലെ ചേർത്ത് നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തുറമുഖത്തിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ പൂർത്തിയാക്കാനായത് LDF സർക്കാരിന്റെ ആ ചടുലമായ ഇടപെടൽ കൊണ്ടാണ് എന്നാണ് ശ്രീ കെ അനിൽകുമാർ പറഞ്ഞത്. താങ്കൾ വളച്ചൊടിക്കരുത്. അല്ലല്ല, ഞാൻ വളച്ചൊടിച്ചല്ല, കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥ കാര്യമാണ് അജിംഷാദെ. നിങ്ങളെ ആരെയാണ് വെള്ളപൂജ ശ്രമിക്കുന്നത്? ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓഫീസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ ഓഫീസാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ മറ്റു വിവാദങ്ങളിലേക്കൊക്കെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എന്താ മറുപടി പറയാത്തത്? ഇതുമായി ബന്ധപ്പെട്ട് സെന്റർ അല്ലേ? അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളല്ലേ? തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങില്ല എന്ന് പറഞ്ഞ ഏക പാർട്ടി ഇന്ത്യയിൽ CPI-മാണ്. പക്ഷേ ആ ബോണ്ടിൽ സംഭാവന നൽകിയത് നിങ്ങളുടെ തലമുതിർന്ന നേതാവിന്റെ ഭർത്താവ് അടങ്ങുന്ന കമ്പനിയാണ്. അതെല്ലാം ഞങ്ങൾ അറിയുന്നില്ല എന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ വന്ന് പറയാണ്. ദേശാഭിമാനി പത്രത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ശ്രീ ചക്രവാണി, ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളൂ. അതിപ്പോൾ നമ്മളിവിടെ പറയാതിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്
ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്താണ്, ആ രാഷ്ട്രീയം വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താതെ വയ്യ, അത് കേരളത്തിന്റെ ബാൽ താക്കറെയാകാൻ കൂടി നിയമസഭയിൽ വെച്ച് വി ഡി സതീശൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞത് ബാൽ താക്കറെയൊക്കെ പണ്ട് ഉയർത്തിയതുപോലെ മണ്ണിന്റെ മക്കൾ വാദം പോലെ ഇവിടേക്ക് വരുന്ന ഈ പറയുന്ന പോലെ റെമിറ്റൻസ് ഇക്കോണമിയാണ്, നമ്മൾ മണി ഓർഡർ ഇക്കോണമിയാണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതുപോലെ റെമിറ്റൻസ് ഇക്കോണമിയാണ്. ആ ഇക്കോണമിയിൽ നിന്ന് ഇവിടുന്ന് ആളുകൾ, അതായത് മറ്റ് സംസ്ഥാന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവരിവിടെ പണമൊന്നും ചെലവാക്കാതെ ഇവിടെ നിന്ന് പണമെടുത്ത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അടിസ്ഥാനപരമായ പഠനവും നടത്താതെ, കാരണം അങ്ങനെ പോകുന്ന പണത്തെക്കുറിച്ച് ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. മാക്സിമം വന്നാൽ അത് 20,000-30,000 കോടി രൂപയാണ് ഒരു കൊല്ലം അങ്ങനെ പോകുന്നത്. അതേസമയം കേരളത്തിന്റെ റെമിറ്റൻസ് ഇക്കോണമി 2,15,000 കോടിയാണ്. ഇതെല്ലാം അറിയാതെ എനിക്ക് പറഞ്ഞ കേരളത്തിന്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള വി ഡി സതീശൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇതേ പ്രസ്താവനകൾ നടത്തുന്ന മറ്റു മുഖ്യമന്ത്രിമാരെന്ന് പറയുന്നത്, ഒന്ന് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശികളോട് ഇവിടെ നിന്ന് ഓടിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് ജയിലിലിടുമെന്നാണ്. രണ്ടാമത്തേത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. മൂന്നാമത്തേത് യഥാർത്ഥത്തിൽ ബാൽ താക്കറെയും രാജ് താക്കറെയും കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ഒരു നേതാവായി വി ഡി സതീശൻ കൂടി മാറി. ഇതിന് കൂടി അടുത്ത ചർച്ചയിലെങ്കിലും കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പറയും. ചക്രവാടി, ഞാൻ ഒറ്റ മിനിറ്റ് താഴെ ശ്രീ KL കുമാർ, താങ്കൾ അടക്കമുള്ള CPI-കാരല്ല, ഇടതുപക്ഷ നേതാക്കളല്ല, സാക്ഷാൽ KC വേണുഗോപാലിന് പോലും ഇത് BJP ഭരിക്കുന്നിടത്തതുപോലെ അദാനിയുടെ ഇഷ്ടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന സ്ഥലമാണോ എന്ന് അദ്ദേഹത്തിന് പോലും സംശയമുണ്ടാകുന്ന മൂർത്തമായൊരു സാഹചര്യമുണ്ട്. അതിനെ ഒന്നും റജിന സുണ്ണിത്താൻ അടക്കം കോൺഗ്രസ്സുകാർ കാണുന്നില്ല. താങ്കൾക്ക് മറുപടി പറയാം ശ്രീ KL കുമാർ, പെട്ടെന്ന്. ഇതൊരു സതീശൻ സ്കൂളാണ്. സതീശൻ സ്കൂൾ എന്താണ്? നുണ പറയുക, ആധികാരികമായി നുണ പറയുക, എന്നിട്ടോ വിവാദങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോൾ ദേശാഭിമാനി വാർത്ത എന്താ യഥാർത്ഥ പ്രശ്നം? അവിടെ നിക്ഷേപത്തിനൊരു സംഗമം നടന്നു, വിഴിഞ്ഞം നിക്ഷേപക സംഗമം. അതിൽ MSC കമ്പനി പങ്കെടുത്തു. വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം വിഴിഞ്ഞം നിക്ഷേപ സംഗമം നടത്തിയത് അദാനിയുടെ 25% 50% ഷെയർ കച്ചവടം ചെയ്യാനാണോ? ഒരിക്കലുമല്ല. അവിടെ MSC കമ്പനി വന്നു, ചർച്ച നടത്തിയിട്ട് എന്താ പറയുക? കേരളത്തിൽ MSC കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ നേരിട്ട് ലോജിസ്റ്റിക്കിലും മറ്റു മേഖലയിലും നിക്ഷേപം നടത്തണം. ഞങ്ങളെ വിസിൽ നടത്തുന്നത് അല്ലെങ്കിൽ വിഴിഞ്ഞം കോൺക്ലേവ് നടന്നത്. അതെ, നിങ്ങൾ ആ സമയത്തെ പത്രം വായിക്കേ. വിഴിഞ്ഞം കോൺക്ലേവിന്റെ പത്രവാർത്ത വാർത്തയല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അദാനിയുടെ വിഴിഞ്ഞം കരാർ പ്രകാരമുള്ള അവരുടെ റൈറ്റ് ഞാൻ പറയട്ടെ ദയവായി ശ്രീ അൽകുമാർ കംപ്ലീറ്റ് ചെയ്യട്ടെ, സമയം ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ. ഓക്കെ, റജിൻ ഒന്ന് ശ്രീ അൽകുമാർ പ്ലീസ്. ദയവായി കേൾക്കൂ. അവിടെ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയപ്പോൾ ഒരു നിക്ഷേപ സമ്മേളനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി വാർത്ത വരുമ്പോൾ ഇപ്രകാരം ഒരു നിക്ഷേപം വരുന്നത് ഇതിൻ്റെ ഭാഗമാണെന്നൊരു ധാരണ വരും. ആ ധാരണയുടെ ഭാഗമായൊരു വാർത്ത വന്നു. ഞങ്ങൾ പൊളിറ്റിക്കൽ പോർഷൻ എടുത്തു, CPM പൊളിറ്റിക്കൽ പോർഷൻ എടുത്തു, LDF പൊളിറ്റിക്കൽ പോർഷൻ എടുത്തു, പ്രതിപക്ഷ നേതാവ് പൊളിറ്റിക്കൽ പോർഷൻ എടുത്തു. ഇത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കരാറിൽ നിന്ന് വ്യതിചലിക്കരുത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പോർഷൻ. നിങ്ങളുടെ പൊളിറ്റിക്കൽ പോർഷൻ തീരുമാനിക്കുന്ന എംപവർ കമ്മിറ്റിയാണോ? അതോ UDF ആണോ? കോൺഗ്രസ് പാർട്ടിയാണോ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പോർഷൻ എന്താണെന്നാ ചോദ്യം. അതിന് ഉത്തരമില്ല, നിങ്ങൾ ഉത്തരം പറയില്ല. തീർച്ചയായും ആ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ വിചാരിക്കുന്ന പോലെ ഒരു കൃത്യമായ മറുപടി കിട്ടണമെങ്കിൽ മംഗലാപുരം യാത്രയെക്കുറിച്ച് കൂടി മറുപടി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ സങ്കീർണത. എന്തായാലും ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കാൻ തുടക്കത്തിലേ ശ്രമിക്കുന്ന വി ഡി സതീശൻ സർക്കാരിന് പാളുകയാണ്. അത് ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വെളിവാകുകയാണ്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുന്നു.